ത്രികോണ മത്സരമായിരുന്നു വടകരയിൽ. ജനതാ പാർട്ടികൾ നേരിട്ടേറ്റുമുട്ടിയ സംസ്ഥാനത്തെ ഏക മണ്ഡലത്തിൽ വിജയം ജനതാദൾ എസിനൊപ്പം നിന്നു. കഴിഞ്ഞ തവണത്തെ 847 എന്ന ഭൂരിപക്ഷം 9511 ഉയർത്തിയാണ് LDF വടകര നിലനിർത്തിയത്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വടകരയിലെ പോരാട്ടം അഭിമാന പ്രശ്നമായിരുന്നു. 2299 വോട്ട് കഴിഞ്ഞ തവണത്തേതിലും അധികമായി LDF നേടി. വളരെയേറെ സന്തോഷവാന്മാരാണ് ഞാനും ഞങ്ങളുടെ സഹപ്രവർത്തകരും. ആരോടും ഞങ്ങൾക്ക് വിദ്വേഷമില്ല. ഒരു ജനാധിപത്യത്തിൽ നമ്മൾ ഇന്നേ മുന്നണി എന്നൊന്നുമില്ല. RMP സ്ഥാനാർത്ഥിയായി KK രമയും മത്സരരംഗത്തെത്തിയതോടെയാണ് രാഷ്ട്രീയം ചൂടുപിടിച്ചത്. മനയത്ത് ചന്ദ്രനായിരുന്നു JDU സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ വോട്ട് കണക്കുകൾ UDFന് അനുകൂലമായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ കാലിടറി. വിജയിക്കാനായില്ലെങ്കിലും വോട്ട് വർദ്ധിപ്പിക്കാനായി എന്നതാണ് RMPക്ക് ആശ്വാസം പകരുന്നത്. 10,046 വോട്ടാണ് RMPക്ക് മണ്ഡലത്തിൽ വർദ്ധിച്ചത്. ഇത് എല്ലാ മുന്നണികൾ 2-3 മുന്നണികൾക്കുമെതിരായുള്ള ശക്തമായ രാഷ്ട്രീയ മത്സരമായിരുന്നു ഇവിടെ നടത്തിയത്. ആ മത്സരത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്നതാണ് ഇപ്പോൾ അവകാശപ്പെടാൻ പറ്റുന്നത്. മറ്റ് സ്ഥാനമാർക്ക് കിട്ടി എന്നതല്ല, പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതേസമയം UDFന്റെ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി. 6365 വോട്ടാണ് UDFന് കുറഞ്ഞത്. SDPIക്ക് 1000 വോട്ടിന്റെ കുറവുണ്ടായപ്പോൾ BJPക്ക് 7028 വോട്ട് അധികമായി ലഭിച്ചു. സോഷ്യലിസ്റ്റുകൾക്കൊപ്പം നിൽക്കുന്ന വടകരയിൽ ഇത്തവണയും ചിത്രം മാറിയില്ല. BJPയുടെയും RMPയുടെയും വോട്ട് വർധനവും UDFന്റെ വോട്ട് ചോർച്ചയുമാകും വരുന്ന ആളുകളിൽ വടകര മണ്ഡലത്തിൽ ചർച്ചയാവുക. ക്യാമറ പേഴ്സൺ റോബിൻ BRനൊപ്പം വടകരയിൽ നിന്നും ഷിത ജഗത്, മീഡിയ 1.